സൈതാലിക്ക പുള്ളി ഒരു പൂരം കഴിഞ്ഞുള്ള വരവാ. നമ്മുടെ കണ്ടശാങ്കടവിൽ ഒരു പൂരം, ആനയും മമ്പാരിയും ഒക്കെ ആയിട്ട് വലിയൊരു പൂരം. സൈതാലിക്ക പൊളിച്ചില്ലേ? അല്ല എങ്ങനെയുണ്ടായിരുന്നു പൂരെന്നൊക്കെ പറയുമ്പോഴല്ലപ്പാ. അയ്യോ എനിക്ക് വരാൻ പറ്റില്ല. കാരണം അറിയാലോ, കഴിഞ്ഞ കുറെ കാലം ഞാൻ ആനപ്പാപ്പനായിട്ട് ഇപ്പോ ആനയില്ല, അമ്പാരിയില്ല. ഉത്സവപ്പറമ്പ് കാണുമ്പോഴോ എനിക്ക് നിന്റെ മോനെ ഞാൻ കണ്ടിട്ടോടെ. എപ്പോ നിന്റെ മോനില്ലേ എന്റെ ഭഗവതി, എന്റെ ശങ്കര, എന്റെ പൊന്നോപ്പ പൂരം എനിക്കറിയില്ലേ? പിന്നെ കലശാങ്കളയിലെ പൂരം എന്ന് പറഞ്ഞ പത്തര താനീനോ പഴയ പോലെ നിന്നിട്ടില്ല. അതൊക്കെ അറിയാം. ശങ്കരന്റെ കാര്യം പറ. അവരിപ്പോ എങ്ങനെയുണ്ട്? കൊമ്പിക്കയൊക്കെ വലിയ നീളം വെച്ചോ? കൊമ്പുകളൊക്കെ ഇങ്ങനെ തിളങ്ങുന്നുണ്ടാ? അതെ അതെ. അപ്പന ശരിയായിക്കറിയോ, എത്രയും കുഞ്ഞ് ചെറുപ്പത്തിലെ കുട്ടിശങ്കരനായിട്ട് അന്നായിരത്തി കൊണ്ട് കെട്ടിയപ്പോഴേ ഞാനുണ്ടായിരുന്നുള്ളവന് കുറെ കഴിഞ്ഞപ്പോ അവിടുത്തെ തമ്പുരാന്മാർക്ക് എന്നെ ഇഷ്ടമായില്ല. ഞാനിപ്പോ ഞാനിവിടെ പോന്നു. നീ ശങ്കരന്റെ കൂടെ നടന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി ശങ്കരൻ ലാസിന്റെ കൊല്ലുവാൻ എന്ത് എന്നെ മോനെ പോലെ വളർത്തുന്ന ശങ്കരനെ കൊല്ലേ? ഇന്നലെ പൂരത്തിന് പോയപ്പോ പറഞ്ഞില്ലേ ആളെന്തോ ബാപ്പാന് സുഖില്ലാണ്ട് പോയിന്ന്? വിളിച്ചെന്ന കാര്യം പഗോടിലാണ്ട് പോയാണ്. പെണ്ണുകേറ്റവന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഓരോ വീട്ടിൽ കാണിക്കുന്ന സംഭവം നമ്മളൊന്ന് കാണുന്നുണ്ട്. എന്തിന് ചെയ്താലിക്കട പിന്നെ ഇവിടുന്ന് ഇറങ്ങി പോവാനുള്ള കാരണം എന്താ? ഒരു കാരണമില്ല. സ്നേഹം ഞാൻ എന്റെ മോനെ മോന്റെ കാര്യം പറയണ്ട. നിന്റെ കുട്ടിശങ്കരനാന്ന് പറയുന്നത് അവനെ ഞാൻ വളർത്തിയ പോലെ ഒരു പാപ്പൻ വളർത്തി കാണില്ല. തെച്ചിക്കോട്ട് രാമചന്ദ്രനെയോ അവനേക്കാൾ തലയെടുപ്പുള്ളവനാ. തൃശ്ശൂർ പൂരത്തിലെ നിന്നോട് തടങ്ങി നിന്നവനാ. ഞാൻ എന്റെ സുനീറിനെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, ഏറ്റവും വില കൂടിയ ഫോണിനെ പോണ്ടാണ്. അവർക്ക് അന്തസ്സിന് കുറവാണ്. കോളേജിലെ പോണേ എന്തോരം വലിയ വലിയ കൂട്ടണം. ഒരുത്തൻ ഡോക്ടറാണ്, ഒരുത്തൻ എഞ്ചിനീയറിന്റെ മോൻ. നീ കാട്ടില്ല മാറുന്ന വണ്ടി കൊണ്ടുപോകണം. അവസാനം ബാപ്പനെ കാണാൻ സുഖമില്ലാന്ന് പറയോ? അങ്ങനൊന്നും ഉണ്ടാവില്ല. സുനീർ മോനല്ലടാ. സുനീറിന്റെ കഥ തന്നെയാ പറയുന്നത്. ചക്കനെ കുറിച്ചേ ഒന്ന് രണ്ട് പേര് എന്നോട് പറഞ്ഞു. ഇക്കോട് പറയാനൊരു മടി. അതെ വിളിച്ചുണ്ടാ കേക്ക്. അവർക്ക് വലിയ വലിയ വണ്ടിയുമേ വലിയ വലിയ പിള്ളേരുടെ കൂടിയൊക്കെ വരുന്നത് കൂട്ടുകാരന്മാരെ ശ്രമിക്കണം. എല്ലാ കൂട്ടുകാരും അത്ര നല്ലതല്ല. ഞാൻ കണ്ടത് പറഞ്ഞു, നാട്ടുകാരെന്നോട് പറഞ്ഞു. ഞാനേ കുറേ നേരം നടന്നു കച്ചവടം ചെയ്തു കുറച്ചേരം കിടക്കണം. ഇപ്പിന്നായിട്ടൊന്നുമില്ല. മേടിച്ചു. അല്ല ഞാൻ പോയിട്ട് വരുമ്പോ സുനീറിനെ കുറിച്ച് ചോദിക്കരുത്.
നീ പോയിട്ട് വന്നേ ഞാൻ പക്ഷേ നമ്മുടെ രാമായണത്തില്ലേ ആൾ കുറച്ച് മുമ്പ് എന്നോട് പറഞ്ഞു സുനീറിന്റെ തെരുവിൽ എവിടെ വെച്ച് കണ്ടു. എടാ അവൻ ചെറുപ്പക്കാരല്ലേ നടക്കട്ടെ. കല്യാണത്തിന് മറ്റേ പോയെന്നല്ലേ പറഞ്ഞേ? കല്യാണത്തിന് പോയവൻ ഈ കല്യാണത്തിന് പോയെന്ന് പറയാ ചുറ്റി പറഞ്ഞ ആ വണ്ടിയുടെ പിന്നാലെ പോണ്ട കാര്യം. എടാ ഒരു കൂട്ടുകാരന്മാരല്ല, ഒരു സന്തോഷം നടക്കട്ടെ, അവരെ സന്തോഷിക്കേണ്ട പ്രായമല്ലേ. അതെ അതെ അതെ. എടാ പേടിച്ചില്ല പോയിട്ട്. ശരി, ഞാൻ വരുന്നവരെ നീ പാട്ടൊക്കെ പാടി. നീ പോയിട്ടാ സുനീറിനെ കുറ്റം പറയണേ. സുനീർ പോരാന്തറിയാ നിങ്ങൾക്കറിയോ, അവൻ എന്റെ കണ്ണിൽ ഉണ്ണി വായിരുന്നു നോക്കണേ. ഒരു ചീത്തയാണ് അവരെ പറഞ്ഞിട്ടില്ല, ഒരു പാട്ടി ഇടിക്കാൻ അടിച്ചിട്ടില്ല. നല്ല മോനാണ് അവനാണ് അവൻ കുറ്റം പറഞ്ഞ വെറുതെ ആവശ്യമില്ല. കുശിമ്പണ് എല്ലാവർക്കും സ്വന്തം മക്കൾ നന്നായിട്ട് ഇറങ്ങുമ്പോ ബാക്കിയുള്ള ആൾക്കാർക്ക് വെറും കുശിമ്പ്. ഈ കുശിമ്പില്ലാതെ അവൻ തന്നെ പകുതി നല്ല ആൾക്കാർക്ക് എന്താന്ന് നോക്കിയാ വാട്ടിമയില്ല ആരില്ല ഇവിടെ മനുഷ്യൻ ആകെ. അവന് കൂട്ടുകാരനെ പോയത് പറഞ്ഞ വരെ അതൊന്നല്ല കഥ. അവൻ കൂട്ടുകാരനെ കല്യാണത്തിന് പോയാണ്. അവിടെ ഇപ്പൊ ഗാനമേളയും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടി പോയേക്കണം. ഇവനി പറഞ്ഞ കാര്യം വായനശാലയിൽ രാമമാഷ കണ്ടിട്ട് പറഞ്ഞി. രാമമാഷ് പറഞ്ഞതേ പഴയ പോലെ ആരുമില്ല. അതിപ്പോ വായനശാലയൊന്നും ആരും വരണ്ടില്ല പറയണേ. ഇടാക്കുമ്പോ വായനയില്ല, പോകണ്ടല്ല. കംപ്ലീറ്റ് ഫോൺ എടുത്ത് പിടിച്ചിങ്ങനെ അങ്ങോട്ട് തോണ്ട ഇങ്ങോട്ട് തോണ്ട. നിങ്ങൾ തോണ്ടാറില്ല വരച്ചോറ് വേറെ വായിപ്പോ ഒരെണ്ണം തോണ്ടി അടുത്തോണ്ട് എനിക്ക് പ്രാന്ത് നിൽക്കും. അങ്ങനെ ചെയ്തില്ല. തോണ്ടണ്ട, നിങ്ങൾക്ക് വായിച്ചാൽ മതി. ലൈബ്രറിയിൽ പോവാ, പുസ്തകം എടുക്കാൻ വായിക്കാം. പുസ്തകത്തിൽ നിന്ന് ഒരുപാട് അറിവ് കിട്ടും. പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിലോ എന്നിങ്ങനെ വളയും. മനസ്സിലായ? അപ്പൊ എല്ലാവരും വായിക്കണോട്ടാ, വായിച്ചു പഠിക്കണം. പണ്ടേ അറിയോ ചെയ്താലിക്കാൻ 4 വരെ പോയിട്ടുണ്ട് സ്കൂളിൽ. പാപ്പ കരച്ചോട്ടായിരുന്നേ. ആ കുടുംബത്തെ പ്രാരബ്ധക്കാരുടെ സ്കൂളിൽ നമ്മൾ നിങ്ങൾക്ക് നല്ല യൂണിഫോം ഒക്കെ ഇല്ലേ? ഇല്ലേ? ചോത്ത കളർ സൗസ് റുപ്യൊക്കെ കിട്ടിയിരുന്നിട്ട് ഇല്ലാന്നാ എന്ത് ദുഷ്ടത വേണ്ടി പറയണേ. പണ്ട് ഒരു സൗസും ഒരു വലിയതും ഇതൊക്കെ അങ്ങനെ പോവാ. മാഷിനെ ഒരു വലിയ തല്ലാറുണ്ടാ വെറുതെ മോന തല്ലാറൊന്നുമില്ല, പേടിപ്പിക്കുള്ളൂ. ഇപ്പൊ പണ്ടൊക്കെ മോനെ തല്ലെന്ന് പറഞ്ഞ എന്ത് തല്ലെന്നറിയാം. ഇങ്ങനെ പഠിച്ചിനെ പിടിച്ചിട്ട് അറിയാ പേടിച്ചിട്ടാരും പോകൂലെന്നായിരുന്നു. തല്ലൂലട്ടാ. അങ്ങനെ കൊണ്ട് വായനശാല പോയപ്പോ അവിടെയുള്ള ഒരാള് ഇങ്ങനെ വായിക്കും. ഇങ്ങനെ പുസ്തകം എടുത്ത് വെച്ചിങ്ങനെ വായിക്കും. നമ്മളെന്ത് ചെയ്യും? ഇങ്ങനെ കേൾക്കും, ഇങ്ങനെ കേൾക്കും. അങ്ങനെ കേട്ട് കിട്ടിയാൽ ഇപ്പൊ പറഞ്ഞല്ലോ ഇട്ടാ. ഒരു കഥ പറയണ്ട പണ്ടേ ഒരു ക്ലാവുണ്ടായിരുന്നു നിങ്ങളെ പോലത്തെ തമിഴ്നാട്ടിലെ കണ്ടണ്ട. അവനെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഷ് ക്ലാസ് എടുക്കുമ്പോ ജനലിൽ കൂടെ ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കും. ആ മാഷ് വെച്ച് നീ എന്തുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കണേ? ഇവിടെ അല്ല ക്ലാസ് എടുക്കണേ എന്നാ നോക്കണെന്ന് വെച്ചു. അപ്പൊ ചെക്കൻ പറഞ്ഞ് എനിക്കിത് പോലെ ആവണം. മാഷ് നോക്കിയപ്പോ എന്തുകൊണ്ടാണ് വഞ്ചക്കനെ പോകണ്ടല്ല മീൻ പിടിക്കണ കടപ്പുറത്തല്ലേ. മാഷ് കഴിച്ച് വഞ്ചിക്കാരനാണെന്ന്. അപ്പൊ അവൻ പറയാ അതൊന്നും പറ്റില്ല പറഞ്ഞപ്പോ ചെക്കൻ പറഞ്ഞ മുകളിൽ കാണിച്ചിട്ട് ഒരു പരുന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ അത് കാണിച്ചിട്ട് പറഞ്ഞത് പോലെ ആണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചപ്പാ അയാൾ നിനക്ക് അങ്ങനെ ആവാൻ പറ്റുമോ? നീ മനുഷ്യനല്ല, നിനക്ക് പറക്കാൻ പറ്റുമോ? പറക്കാൻ പറ്റുന്നില്ല. പറക്കാൻ പറ്റുമോ? പറക്കാൻ പറ്റൂല. അപ്പൊ മാഷ് പറഞ്ഞ് നിനക്ക് പറക്കാൻ പറ്റൂല, പക്ഷെ നിനക്ക് പറപ്പിക്കാം. വിമാനം പറപ്പിക്കാം, റോക്കറ്റ് പറപ്പിക്കാം. അതിനെന്ത് വേണം? പഠിക്കണം. അത് തന്നെ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിച്ച് പറപ്പിച്ച ആളാരെന്നറിയോ? അബ്ദുൽ കലാം നമ്മുടെ രാഷ്ട്രപതിയൊക്കെയാണെന്നറിയോ? ഇതിങ്ങനെ മുടിയൊക്കെ ഇട്ട് നിൽക്കുന്ന ആള് അറിയോ? അയാളാർന്നക്കടാവും. അപ്പൊ നിങ്ങൾ പഠിക്കണോട്ടാ, നല്ലോണം പഠിക്കണം. പഠിച്ചിട്ട് വേണം എന്താവാൻ. വായിക്കണം, പഠിക്കണം. ഇക്ബലും മേടിക്കാൻ പോയ പപ്പനോട് പോയി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ മോൾ സുനീറിനെ പോലീസ് പെട്ടുന്നേ. മാത്രല്ല 1-2 പേര് കൂടിയിട്ട് ഞാൻ അന്നേ പറഞ്ഞ ആ ബൈക്കിന്റെ പെട്ടിയിൽ നിന്ന് പോയപ്പോ എത്ര പിള്ളേരാണ് പോലീസ് ചോദിച്ചത്. എന്താ സംഭവം അറിയോ? അവന്റെ ബാഗില് എന്തോ പൊതികൾ കെട്ടിയത്. ഇഞ്ചക്ഷൻ
ചെക്ക ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞാ എടാ, നല്ല ആളാണ്. എടാ അവനങ്ങനെ ചെയ്യൂലടാ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ എടാ പപ്പ എന്റെ സുനിയറങ്ങനെ ചെയ്യൂലടാ. ഞാൻ നമ്മളിപ്പോ ചെയ്യാം. എടാ അവനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ലാന്ന്. ഞാൻ എങ്ങനെയാണ് വളർത്തിയെന്നറിയോ? നിനക്കറിയില്ല ഞാൻ അവന് 10 വയസ്സ് ജയിച്ചു വന്നേ. അറിയില്ലേ? അവന് പരിഹാരം ഉണ്ടാക്കാം. അവനല്ലടേ അവനല്ല. അറിയില്ലേ? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം കല്യാണേ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ട്. എന്ത് പരിഹാരം പപ്പ? അവൻ പോയിട്ടൊന്നുമില്ല. അവനെ പിടിച്ചോണ്ട് നമുക്ക് നേരെയാക്കണം. ഇവിടുത്തെ ഓരോ പിള്ളേരും നമുക്ക് നേരെയാക്കാണ്ട് ഓരോ മുക്കിലും മൂലയിലും ഇവിടെ ഓരോരുത്തർ വരുന്നുണ്ട് പോകുന്നുണ്ട്. ആരും അറിയില്ല. പക്ഷെ നമ്മളിത് കാണുന്നുണ്ട്. നമുക്ക് കുട്ടിയില്ല, പ്രാരാബ്ദമില്ല. പക്ഷെ നമ്മളെ പറഞ്ഞ നമ്മൾ തെറ്റുകാരായി. അതുകൊണ്ടാ ഞാൻ എപ്പോഴും പറയില്ലേ എടാ പപ്പ. എല്ലാ ആൾക്കാർക്കും സ്വന്തം മക്കൾക്ക് മക്കള് വളരെ വലുതാ. അതൊന്നുമല്ല പപ്പ. ഇപ്പോഴത്തെ കാലം ഉപദേശിക്കാൻ പറ്റില്ലടാ. അവർക്കത് ഇഷ്ടമല്ല. നീ നേരത്തെ പറഞ്ഞില്ലേ പല മാറ്റം കുറെ ആൾക്കാർ പുറത്ത് പറയണ്ട. അവരെ വീട്ടിലെ എന്തൊക്കെ നടക്കുന്നു പുറത്ത് പറയണ്ട. പിന്നൊരു കാര്യമുണ്ട് നമ്മളെ കാരണമായി ഒരു മോനുമില്ല. അവന്റെ കയ്യിൽ എന്തെങ്കിലും കുരുത്തക്കേടുണ്ടാവും. അവനാദ്യമേ അവൻ കുരുത്തക്കെട്ടാണ് തകടത്തുള്ളൂ. അങ്ങനെ ചെയ്തിട്ടാലും ഒക്കെ നമ്മുടെ മക്കളാണ്. അവരിങ്ങനെ ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തൊരു നന്നാവും. ഞാനെവിടെയാണ് പേടിച്ച് എനിക്ക് കുരുത്തക്കെട്ടില്ല. അല്ല എന്റെ സുനിയറിന് എന്ത് പറ്റി പപ്പ? നമുക്ക് ചെക്കലക്ഷിക്കാൻ എന്തെയ്യോടാ? എന്തേലും പപ്പ? ഞാനുണ്ടല്ലേ? നമുക്ക് പോകാം. ഞാനേ ചെറുതാത്തിടത്തിലൊക്കെ നമുക്ക് പോകാം. ഞാൻ എന്റെ സുനിയറിനെ കൊണ്ട് വരുള്ളൂട്ടാ. അവനെ ഞാൻ നന്നാക്കും. നല്ല മോനാക്കും അവനെ. നിങ്ങൾ നിങ്ങളെ മക്കളെ നന്നാക്കണട്ടാ. കൂട്ടുകാരൻ എന്താണെന്ന് നോക്കണം. കൂട്ടുകാരൻ എന്താണെന്ന് നോക്കണം. എല്ലാരും ചേർത്ത് പിടിക്കണോട്ടാ. ഞാൻ എന്റെ സുനിയറിനെ കൊണ്ട് വരാം.